कान भाई मत मारो प्लीज डोंट शूट मी डोंट मूव കരിംലാല അവന് വേണ്ടി നിനക്കൊക്കെ ചാവണ യോഗം. ജോർജ് കുട്ടി എന്താ ഇത്? ഒന്നും പറയാൻ സമയമല്ല. പോലീസ് സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ, നമുക്ക് പോലീസിനോട് പറയാം. പോലീസിനെ നീ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ വക്കീലുമായിട്ട് വരാം. ജോർജ് കുട്ടി മര്യാദ സംസാരിക്കടാ സാറേ. അത് ഞാൻ മാത്രമല്ല, അളിയനും ഉണ്ട്. അല്ല പെങ്ങളെ, അളിയൻ വീട്ടിൽ എത്തിയാ? ഇല്ലേ, എത്തമ്മ അത്യാവശ്യം ഒന്ന് വിളിക്കാൻ പറഞ്ഞു. പോരും സാറേ, വക്കീലിനെ കൊണ്ടുവരാൻ പോയേക്കാണ്. ഈ തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? കുറച്ചുകൂടി മാന്യോട് സംസാരിക്കണം. ഞങ്ങൾ ഇവിടെ വലിഞ്ഞു കയറി വന്നവരൊന്നും അത് പറയാൻ താനാരാ? സാർ, ഇവരൊക്കെ എന്റെ ആൾക്കാരാ. നീ ഏതാടാ നായേ? എന്താ ഇതൊക്കെ? ഹരിയാട്ടിലെ വിവാഹത്തിന് ഡാഡി സമ്മതിച്ചല്ലേ? ഇപ്പൊ പിന്നെ എന്താ ഇങ്ങനെയൊക്കെ പറയാ? ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങൾ വലിഞ്ഞു കയറി വന്നവരല്ലാന്ന്? ഞങ്ങൾ ഇവിടുന്ന് എന്തൊക്കെയോ തിന്നുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ പടിക്കരി ഛർദ്ദിച്ചിട്ട് ഞങ്ങൾ പോകും. A few moments later. എന്താ കാണിക്കണം? അങ്ങോട്ടോ മാറിപ്പോയി കളിക്കടാ. ഇല്ല, തിന്നതൊക്കെ ഈ പഠിക്കാൻ തന്നെ ഛർദ്ദിച്ചിട്ടാ നമ്മൾ പോവും. ആ പോട്ട് മൊത്തം പോട്ട്, ഫുള്ള് പോട്ട്. വീട്ടിൽ പോയിട്ട് പറ്റൂല. മൊത്തം ഈ പഠിക്കാൻ തന്നെ വാള് വെച്ചിട്ട് വീട്ടിൽ പോകാൻ പറ്റും. മോളെ നീ എന്തിനു ഛർദ്ദിക്കുന്നു? ഓടാടി. കഴുത്തിലൊക്കെ ബംഗാളി കൊണ്ടുവരുന്നു. അവ ഒരുമാതിരി കണ്ണിൽ ഒരുമാതിരി നോട്ടം നോക്കി ഹിപ്നോട്ടിസ് ചെയ്തോളെ. നീ ഇവിടെ നിൽക്കണ പന്തിയല്ല, പോവാ. ഹലോ, ഞാൻ ഡോങ്ലിയാണ് സംസാരിക്കുന്നത്. ഡോങ്ലി ഇപ്പൊ എവിടെയാണ്? ഞാൻ വിളിച്ചത് ഒരാളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ ഞാനിപ്പോൾ ശ്രമിച്ചു. പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം. ദാമു? ഏത് ദാമു? ഏവനായാലും എനിക്കൊരു പ്രശ്നമില്ല. അവന്റെ കേസ് എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വരും. കണ്ണ് കാണാത്ത കോക്കരുത്തി കാണിക്കുന്നോടാ പട്ടി. സംഭവിച്ചതെല്ലാം വിധിയാ. കുട്ടൻ 33-ാമത്തെ വയസ്സിൽ സ്വേച്ഛയാ ദേഹം ഉപേക്ഷിക്കും എന്ന് തന്നെയുണ്ട്. എങ്കിലും എന്റെ കുട്ടി ഇങ്ങനൊരു സാഹസം കാണിക്കാൻ നിമിത്തമായ ആളെ ഞാനൊന്ന് നേരിൽ കണ്ടോട്ടെ. ഇതാണ് തിരുമനസ്സേ സുദർശനൻ. എന്തിനായിരുന്നു ഇതൊക്കെ? കളങ്കമറിയാത്ത എന്റെ കുഞ്ഞിനോട് എന്തിനായിരുന്നു ഈ കളിയൊക്കെ? തിരുമനസ് പറയുന്ന പക്ഷം കോടതി മുഖേന തന്നെ ശിക്ഷ വാങ്ങി കൊടുക്കാവുന്നതേ ഉള്ളൂ. കോടതി ശിക്ഷയല്ല വേണ്ടത്. ഒരേ ഒരു മകന്റെ അകാല വേർപാടിൽ തകർന്നു പൊടിഞ്ഞുപോയ ഒരു അച്ഛന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ശിക്ഷയാണ് ഇവർ അനുഭവിക്കേണ്ടത്. എനിക്ക് പുത്രദുഃഖം ഉണ്ടാക്കിയ ഇയാള് പുത്രന് പകരം എന്നെയും ശുശ്രൂഷിച്ച് ഒരു കാരാഗ്രഹത്തിൽ എന്ന പോലെ കിള്ളിക്കൽ കോവിലത്തെ അറിയട്ടെ ആജീവനാന്തം. എന്താ സമ്മതമാണോ? ഒന്നും നോക്കണ്ട, സമ്മതിച്ചു. കളവന്റെ സ്വത്ത് മൊത്തം നിനക്ക് തന്നെ. എനിക്ക് സമ്മതമാണ്. പിന്നെ കക്കൂസ് എഴുതാനാണ് തുടങ്ങാം. ഇവിടുത്തെ ബംഗാളിയാണ് പിടിച്ചുകൊടുത്തോളാം. ഇവിടുത്തെ എല്ലാ ജോലി ഈ തോൽപ്പര്യം തന്നെ ചെയ്തോളും. ആത്മഹത്യ തന്നെ തോന്നുന്നു. ആവട്ടെ, നോമിന്റെ കൗബീനം കഴിഞ്ഞിട്ട് കുറച്ച് കാലമായിരിക്കും. 12 Thank you.